മോർണിംഗ് ഗൈസ്. ഇന്ന് മോർണിംഗ് എണീറ്റപ്പം നോക്കിയാ 18 മിസ് കോള് ഗൈസ്. നമ്മളെ സോളാറിന്റെ ടീമിൽ നിന്നായിരുന്നു. എൻ്റെ ബെല്ലടിയുന്നില്ല, ഇതിൻ്റെ ബെല്ലടിയുന്നില്ല, വീടിൻ്റെ ബെല്ലടിയുന്നില്ല ഗൈസ്. അവർ ഏകദേശം ഒരു 15 മിനിറ്റ് പുറത്ത് പോസ്റ്റായിട്ടോ. ഇപ്പോൾ ഇതാക്കുന്ന 8:29 ഗൈസ്. ഞാനെന്താ ഗൈസ് ഈ രാവിലെ തന്നെ വെള്ളമൊക്കെ ഇട്ടിട്ടാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റണം. അതിന് മുമ്പേ സോളാർ ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന സോളാർ. ഏകദേശം 9 പാനലിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ അവിടെ ഡെലിവറി ചെയ്തിരുന്നിട്ടോ. നമ്മൾ 5 കിലോ വാട്ടാണ് വെക്കുന്നത്, 8 കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറും വെക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് 2 കിലോ വാട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടാണ് ഈ ഭാഗത്തോട്ട് വെക്കുന്നത്, ഈ ടെറസിൻ്റെ ഭാഗത്ത്. അതായത് പുറത്തുനിന്ന് വരുമ്പോൾ ചെറുതായിട്ട് കാണും. ഇവിടെ നോക്കിയാലൊന്നും കാണില്ല കേട്ടോ. നമ്മളാ റോഡിൻ്റെ അവിടെ നോക്കിയാൽ മാത്രം മുകളിൽ ചെറിയത് കാണത്തുള്ളൂ. ഞാൻ പോയിട്ട് മുകളിൽ പോയി കാണിച്ചത്. ഇതൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സ് ആണ് ഗൈസ്, എക്യുപ്മെൻറ്റ്സ്. ആഹാ, സോപ്പിട്ട് തേച്ച് കാണുമല്ലോ, തുടക്കുകയാണല്ലേ. അപ്പം നമ്മളിതാ ഈ ഒരു ഏരിയയിലാണ് വെക്കാൻ നോക്കണം കേട്ടോ. കറക്റ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഏരിയ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടില്ലേ, ഈ ഷെയ്ഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കില്ല. അപ്പം ഈ ഭാഗത്താകുമ്പോൾ ഒന്നുമില്ലല്ലോ, ഒരു സൈഡോ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇവിടേക്ക് തന്നെ ലൈറ്റ് അടിച്ചോളൂ. അതും കുറച്ചൊന്ന് പൊന്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങറ്റത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കാണും. ഞാൻ ചെറുതായിട്ടൊരു കിളിയാണ്. ഞാൻ എന്നെ കാണുന്നില്ല, ഞാൻ വേറെ ഷർട്ടിട്ട് വരണ്ടേ. കാരണം എന്താ പറയുക, ഞാൻ അറൗണ്ട് ഒരു 4 മണിക്കാണ് ഇന്നലെ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഉറക്കത്ത് എണീറ്റിട്ട് ഒരു മൂകത ഉണ്ട്. അപ്പം ഈ സോളാർ ടീമിൻ്റെ പേര് സൂര്യപ്രഭ എന്നാട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴത്തുണ്ടാവും. ഇവരുടെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേസ്. ഏകദേശം എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ വെക്കുന്ന ഒരു സെറ്റപ്പിൽ ഒരു 10,000 റുപ്പീസ് എന്താ പറയുക എനിക്ക് സേവ് ചെയ്യാൻ കഴിയും. ഒരു 2 മാസം കൂടുമ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതെന്തുമാത്രം ബെറ്റർ ആവും നമുക്ക് ബില്ല് വരുമ്പോൾ മനസ്സിലാവും. ഏതായാലും അവർ വെച്ച് കഴിയട്ടെ. ഞാൻ ആ വെക്കുന്ന സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴാണൊന്ന് ഓണായത്. ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഇതിപ്പോൾ സ്റ്റിൽ ഇവിടെ സ്ട്രക്ചർ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാദ്യം സ്ട്രക്ചർ അടിച്ചിട്ട് സോളാർ വെക്കത്തുള്ളൂ. ഓ മൈ ഗോഡ്, ഹൂ ഈസ് ദിസ് ഗേൾ? ഓ ഈസ് ദിസ് ഗേൾ? ഡോർ ഭയങ്കരമായിട്ട് അടഞ്ഞു. ചക്കോടോ എണീറ്റ് മുകളിലൊരു സാധനം ഫിറ്റ് ചെയ്യേണ്ടി കാണാൻ പോവാ. ശ്രദ്ധിക്കണം, അവിടെ സാധനങ്ങളുണ്ട്. ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ. ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഡേ 2 ഇന്നലെ അവർ മുകളിൽ സോളാറിൻ്റെ പാനൽസും കാര്യങ്ങളൊക്കെ വെച്ച് പോയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇന്ന് ഇതാക്കണം അതിൻ്റെ വേറെ ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടല്ലോ, താഴത്ത് കുറേ ബോക്സ് കൊണ്ടുവരുന്നു. സോ അതൊക്കെ വെക്കാനുള്ള സംഭവം, മീറ്റർ മാറ്റണം, അങ്ങനെ കുറേ സംഭവങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഫൈനലി മറ്റേ പാനൽസ് അവിടെ നല്ല ഭംഗിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. ഞാൻ കാണിച്ചു തരാം കേസ്. അപ്പം ഇവിടെ കുറച്ച് ബോക്സസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെയും ബോക്സസ് ഉണ്ട് കേട്ടോ. ബ്രോ ഇതൊക്കെ പുറത്ത് വെക്കാനുള്ള സാധനങ്ങളാണോ? ഓക്കെ. അപ്പോൾ ഇത് മഴ കൊള്ളൂലേ? വാട്ടർ പ്രൂഫ് ആണോ? ഓക്കെ ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. ഇതെന്താ സംഭവം? ഇൻവേർട്ടർ അല്ലേ? ഓക്കെ, ഉള്ളത് സെറ്റപ്പ് സാധനം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണല്ലേ സാധനം സെറ്റ്. ഓ അങ്ങനെ വെക്കാല്ലേ സെറ്റ്. ഇതപ്പോൾ സോളാറിന്റെ എന്താ പറയുക ട്രിപ്പ് അങ്ങനെ വല്ലതാണോ? ഇത് DC-DB. ഓക്കെ, എനിക്ക് കാര്യം പറ്റി. അത് AC ആക്കാനുള്ള സംഭവം. ഓക്കെ ഓക്കെ. ഇതിന്ന് നേരെ ഇനിയിപ്പം ഇങ്ങോട്ടാണ് വരിക? ഇതിന്ന് ഇൻവെർട്ടർ കയറി അത് AC ആവും. AC എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് അയക്കും. ഒരു AC-DB വരും. ഓക്കെ, മീറ്ററിലേക്ക്. ഓക്കെ ഓക്കെ. അതാണ് ഒരു മീറ്റർ ബോക്സ് അവിടെ കണ്ടതല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം അവരത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മുകളിലത്തെ അവസ്ഥ കാണിച്ചു തരാട്ടാ. ഓ മൈ ഗോഡ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. കണ്ട സാധനം അത്യാവശ്യം ഹ്യൂജ് ആട്ടോ. 5 കിലോവാട്ട്സിൻ്റെ പാനൽസാണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓ ഞാൻ അപ്പുറത്ത് 9 പോയി നിൽക്കാൻ നോക്കട്ടെ. അയ്യോ യെസ്. അയ്യാ, സൂര്യനൊക്കെ ഉദിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിഞ്ഞ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിഞ്ഞ് മഴക്കാലമാണല്ലോ, അപ്പം ഇനി സൂര്യൻ ഉദിക്കില്ല വിചാരിച്ച്. പക്ഷെ കുഴപ്പമില്ല, സാധനം നല്ല സെറ്റായിട്ട് കിടക്കണം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് വാഷ് ചെയ്ത് സർവീസ്, കുറേ മഴയൊക്കെ ചെയ്ത് പൂപ്പലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കണം. പിന്നെ ഇവിടെ മരങ്ങളൊന്നുമില്ല,
അതുകൊണ്ട് ഇല വിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എന്നാൽ ഈ സാധത്തും അങ്ങനെ കറണ്ട് വരുന്നതിൽ ഒരത്ഭുതം തന്നില്ലേ, എന്തൊക്കെ ടെക്നോളജിയാ. ഉഫ്. അപ്പോൾ ഇന്നലെ ഇത് മൊത്തം സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന് നോക്കി. അപ്പോൾ ഇന്ന് ഇലക്ട്രിക് വർക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച എടുക്കും ഇതിൻ്റെ കണക്ഷൻ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇത് ഓൺ ഗ്രിഡ് ആണെന്ന് തോന്നി, ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അതായത് നമ്മൾ ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിച്ച് നേരെ KCB കൊടുക്കും. KCBൻ്റെ കറണ്ട് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ കുറേ റൂളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് വെക്കുക. നിയമത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് കുറേ ലാഭമൊക്കെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ മോർണിംഗ് യൂസ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. നമ്മൾ നൈറ്റ് സോളാറുണ്ട്. നമ്മൾ മോർണിംഗ് നമ്മൾ ഡയറക്റ്റ് സണ്ണ് വരുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ നൈറ്റ് ആകുമ്പോൾ നമ്മൾ KCBൻ്റെ സാധനമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് എത്ര 2 രൂപ 3 രൂപ അങ്ങനെ എന്തോ ഡിഫറൻസ് അങ്ങനെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല വൈദവേ. പക്ഷേ സംഭവം നമുക്കിപ്പോൾ 5 കിലോവാട്ടോ 8 കിലോവാട്ടോ വെക്കുമ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ അത്രയും യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കേട്ടോ. കുറഞ്ഞ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഫുൾ ടൈം AC അത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചത് ഒരു 10K വരെ ഒരു ഇത് വരുന്നതാണ് നമുക്ക്. ഞാൻ ഇനി 8 കിലോവാട്ട്സിൻ്റെ ഇൻവേർട്ടറാണ് വെച്ചത്. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ച് പാനൽസൊക്കെ വെച്ചത് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ഗൈസ് ഇപ്പോൾ അവിടെ വന്ന പണിക്കാരൻ പോയിട്ടോ. ഇന്ന് ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ നേരത്തെ തന്നെ പോയി. ഇതൊക്കെ ചളി പിലിയായിട്ടോ, നന്നായിട്ട് നാശമായി മഴ പെയ്തിട്ട്. സോ നമ്മൾ ഇതാക്കണം ഏകദേശം ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് കണ്ട. സോ ഇത് തുറന്നു നോക്കാം. ഹായ്, കുറേ സ്വിച്ചൊക്കെ ഉണ്ടെന്ന് വർക്ക് ചെയ്തിലേക്കില്ലേ? ഒന്നും വർക്ക് ചെയ്യാത്തതാണെന്ന് തോന്നുന്നു. ഓഹോ ഹായ്, കൊള്ള ഗൈസ്, നല്ല സാധനം. ഇതൊന്നും കണക്ഷൻ വന്നില്ല കേട്ടോ. ഒക്കെ കണക്ഷൻ വരുമ്പോൾ ലൈറ്റൊക്കെ എത്താൻ മതിയോ. ഓക്കെ, ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതും അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാനറിയില്ല. ഇത് ഓണോ ഓഫൊക്കെ ആക്കാൻ്റെ മുകളിലോട്ടൊക്കെ ഇതൊന്നും ആക്കരുത്. ഓക്കെ, ഇതൊന്നും തുടരുത്. വീഡിയോക്ക് വേണ്ടി കാണിച്ചു തരുന്ന സാധനങ്ങളാണ് കണ്ടോ. ലോഡ്സ് ഓഫ് എക്യുപ്മെൻറ്റ്. നമ്മൾ വാട്ടർ പ്യൂരിഫയറിനെ പോലെ അങ്ങനത്തെ സാധനം. എവിടെയും കുറേ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ് സീരിയസ്ലി. ഓക്കെ, ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കേട്ടോ കൊള്ളാം എന്തായാലും. ഇത് പിന്നെ നമ്മളുടെ മെയിൻ KCBൻ്റെ സാധനം. ഇവിടുന്ന് കണക്ഷൻ ഇതാക്കുന്നത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. എർത്താന്ന് തോന്നുന്നു, എർത്തിൻ്റെ കമ്പിയാന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മുകളിലോട്ട് കൊടുക്കണം. അത് നാളെ വരും, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരു നാളെ വരും. നാളെ വന്നിട്ട് ഇത് മുകളിലോട്ടുകൂടിയും കൊടുക്കും. അപ്പം ഏകദേശം എല്ലാം സെറ്റാവും. പിന്നെ നമ്മൾ കണക്ഷൻ ടൈം അതൊരാഴ്ച എടുക്കുന്ന പറഞ്ഞ്. അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാർ സെറ്റായി ഗൈസ്. സിമ്പിൾ പരിപാടി കേട്ടോ, കൊള്ളാം. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറണ്ടിൽ യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കറും ഓവനും. അപ്പോൾ ഗ്യാസ് നമുക്ക് ലാഭിക്കുക. പിന്നെ ഫുൾ ടൈം AC ഇടുക, എല്ലാ പരിപാടിയും ചെയ്യുക. തണുത്ത് പോകാൻ കറണ്ട് ബില്ല് കൂടുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു സഫർ ഉണ്ടല്ലോ, അത് സഫക്കേഷൻ കൂടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ AC വാങ്ങിയിട്ട് AC ഇടാണ്ട് നിൽക്കും. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊരു AC അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും. ഫുൾ ടൈം ലൈറ്റും കാര്യങ്ങളും എൻജോയ്. അല്ലെങ്കിൽ ഇവിടെ ഡാറുണ്ട്, പക്ഷേ അതിൻ്റെ ബില്ല് വരുമല്ലോ. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഗൈസ്, അപ്പോൾ ഇനി ഉമ്മനെ വിളിച്ചിട്ട് കാണിച്ചെടുക്കും. ഉമ്മാണ് ഈ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ കിച്ചണിൻ്റെ അടുത്ത് മാറ്റുന്ന ആൾ. കാരണം കറണ്ട് ബില്ലാവും എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കൊന്ന് കാണിച്ചെടുക്കും സോളാർ സെറ്റപ്പ്. മമ്മി വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇങ്ങനെ വെള്ള കളറ്. അതൊക്കെ പോയി നോക്കി എങ്ങനെ ഉണ്ടെന്ന് സാധനം കണ്ടു നോക്കി. സൂപ്പർ. ഇതെന്താന്ന് അറിയോ? എന്താ സോളാർ. ഇത് വെച്ചുള്ള ഉപകരണം. അങ്ങോട്ട് പോ, അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോ. എന്നാ കറക്റ്റ് ഇത് വെച്ചത് കാണാം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇതാണ് മുകൾ വശം കണ്ട. ഇതുമലാണ് എന്ത് സണ്ണ് വന്നിട്ട് അടിക്കുമ്പോ നമുക്ക് കറണ്ട് കിട്ടുക. ടെക്നോളജി തന്നെ അല്ലേ? എങ്ങനെയാ ഈമല് സൂര്യൻ വരുമ്പോ കറണ്ട് വരുന്നല്ലേ? ആ വീട്ടിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അവിടെ ഉണ്ട്. ഒരു ഭാഗമല്ല. പൂച്ചക്കുട്ടിയാ? ആ വീട്ടില് 2 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. മുകളിൽ കുറെ പൂച്ചക്കുട്ടികളുണ്ട് കേസ്. അവിടെ കൊള്ളാം, നല്ല ക്യൂട്ടായിരുന്നു. അപ്പൊ ഇനി കിച്ചണില് ഇലക്ട്രിസിറ്റിന്റെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ അതേ പറഞ്ഞു സാധനങ്ങളൊക്കെ 12,000 15,000 കറണ്ട് ബില്ല്. അപ്പൊ ഐസിലെല്ലാം കൊണ്ട് ഒളിപ്പിച്ചേക്കും കേസ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇലക്ട്രിക് സാധനങ്ങൾ കേട്ടോ. കുറെ സാധനങ്ങൾ. അപ്പൊ ഇനി അതൊക്കെ അങ്ങ് യൂസ് ചെയ്യാം. ഗ്യാസ് ലാഭിക്കാം, കുറെ പൈസ നമുക്ക് ലാഭിക്കാം. പിന്നെ AC ഫുൾ ടൈം ഇടാം. AC പിശുക്കണ്ട
അറിയണ്ട, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളാണ് പക്ഷെ എല്ലാം പിശുക്കി യൂസ് ചെയ്യാറ്. ഇനിയിപ്പോ എല്ലാം ലാവിഷ് ആവാം എന്നാണ് തോന്നുന്നത്. മാസം ബില്ല് വരുമ്പോ അറിയാം എന്താ അവസ്ഥ. സാധാ യൂസ് ചെയ്യുന്ന മാതിരിയല്ല. അപ്പൊ നമ്മളെന്ത് അതെ, നമ്മൾ കുറച്ച് നമ്മളെന്താ പറയാ കുറച്ച് ലാവിഷ് ആവാന്നേ ഉള്ളൂ. നമ്മൾ നോക്കുക എന്തായാലും കിച്ചണിൽ വെച്ച് വെക്കാം, സെറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം. നമുക്ക് മന്ത്ലി എത്രയാണ് കറണ്ട് ബില്ല് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുക. ഇത് വെച്ചിട്ട് എന്ത് ഉപകാരം ഉണ്ടോ എന്നൊക്കെ. എനിക്കും ഞാൻ ഇതുവരെ എങ്ങനെ ഇത് വെച്ച ഒരാളെ നേരിൽ പരിചയമുണ്ട്. പക്ഷെ അവരൊക്കെ ചെറിയ കിലോ വാട്ടിൻ്റെ വെച്ചത്, നമുക്ക് അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ ഇത് അത്യാവശ്യം 5 കിലോ വാട്ടാണ്. അപ്പം ഇത് അത്യാവശ്യം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് 8ലേക്ക് തന്നെ മാറ്റും. നമുക്ക് ട്രയൽ വെച്ച് നോക്കിയാണ് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി കറണ്ടിൻ്റെ എല്ലാ സാധനവും യൂസ് ചെയ്യും. ഒരാഴ്ച എടുക്കും ഇതിൻ്റെ കണക്ഷൻ കിട്ടാൻ ബൈ ദ വേ. സോ അതോടും കഴിഞ്ഞാൽ എല്ലാം ശുഭം. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത് യഥാർത്ഥത്തിൽ കറണ്ട് ബില്ല് കുറയോ, അതിന് പുതിയ റൂള് വരുമ്പോൾ അത് എനിക്കും കൂടി ആപ്ലിക്കബിൾ ആവുമോ എന്നുള്ള സാധനങ്ങളൊന്നും അറിയില്ല. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സോളാർ വെക്കണം എന്ന്. അപ്പോൾ അതങ്ങ് വെച്ച്. ഇനി എന്ത് തേങ്ങ റൂള് വന്നാലും ഐ ഡോണ്ട് കെയർ, വെക്കാനുള്ളത് വെച്ച്, അത് വേറെ കാര്യം. സോ അത്രയൊക്കെയാണ് വീഡിയോ. ഇതിൻ്റെ അപ്ഡേഷൻസ് എന്താ വിടുക. ആൻഡ് വൺസ് അഗൈൻ താങ്ക്സ് ടു സൂര്യപ്രഭ സോളാർ. അവരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. നിങ്ങൾക്ക് വേണേൽ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക, നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ അവർ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം 10 ഇയർ 20 ഇയർ വട്ടം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അത് വൺ ഡേ അവനായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ ടേക്ക് കെയർ ആൻഡ് ബൈ.